ഇനിയിപ്പോൾ പറയാൻ പോകുന്ന കാര്യം ചിലപ്പം ചില ആളുകൾക്ക് യോജിക്കാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ എല്ലാ ആളുകളെയും സൂചിപ്പിച്ചിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് യാഥാർത്ഥ്യത്തെ കുറിച്ചിട്ട് സംസാരിക്കാൻ പറ്റിയെന്നും വരില്ല. അതുകൊണ്ട് പറയാണ്, നിങ്ങളെ ലൈഫ് എന്തിനായിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക? അത് നിങ്ങൾക്ക് തീരുമാനം എടുക്കാനാണ്. എടോ, എൻ്റെ ലൈഫിലുള്ള തീരുമാനങ്ങൾ മുഴുവൻ നിങ്ങൾ എടുക്കുന്നതാണ്, പിന്നെ എനിക്കെന്തിനാണ് ഈ ലൈഫ്? നിങ്ങളുടെ ലൈഫിലുള്ള തീരുമാനമൊക്കെ മറ്റൊരാളാണ് എടുക്കുന്നത്, പിന്നെ നിങ്ങൾക്ക് എന്തിനാ ലൈഫ്? ആ മറ്റൊരാൾക്ക് മാത്രം പോരെ ലൈഫ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരാളുടെ ജീവിതത്തിലുള്ള തീരുമാനം എന്നുള്ളത് അത് നിങ്ങളുടെ ഓൺ ചോയ്സ് ആയിരിക്കണം. അവിടെ തീരുമാനം എടുക്കാനുള്ള പെർമിഷൻ വേറൊരാൾക്ക് കൊടുക്കരുത്. നിങ്ങൾക്ക് ഒപ്പീനിയൻസ് സീക്ക് ചെയ്യാം, അഭിപ്രായങ്ങൾ ചോദിക്കാം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളോട് അഭിപ്രായങ്ങൾ ചോദിക്കാം, അത് നല്ല കാര്യമാണ്. പക്ഷെ ഫൈനൽ ഡിസിഷൻ അത് നിങ്ങളുടെ ഓൺ ചോയ്സ് ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ അമിതമായിട്ടുള്ള ബഹുമാനം, ആദരവ്, അമിതമായിട്ടുള്ള മറ്റുള്ള ആളുകൾ എന്ത് വിചാരിക്കുന്നുള്ള തോട്ട്സ് ഒക്കെയാണ് നമ്മളെ തീരുമാനം എടുപ്പിക്കാതിരിക്കാനുള്ള ഒരു കാരണം. നമ്മുടെ ലൈഫിൽ നമ്മളെ കുറിച്ചിട്ട് നമ്മളെക്കാൾ ക്ലാരിറ്റിയുള്ള വേറൊരു മനുഷ്യനും ഉണ്ടാവില്ല. തമാശ പറയല്ല, സീരിയസ് ആയിട്ട്. നമ്മുടെ പാരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും നമ്മുടെ ഒരു ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയാൽ പോലും, കാരണം നമ്മുടെ രഹസ്യങ്ങൾ, പരസ്യങ്ങൾ, സ്കില്ല്, ടാലന്റ്, എല്ലാ ഡാറ്റാസും നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഈ ഡാറ്റാസ് എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ജീവിതം. അപ്പൊ ഈ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഏറ്റവും അർഹതയുള്ള ആൾ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം, വെറുതെ പറയല്ല.